വീട്ടുകാരുടെ മുന്നിൽ അപമാനിതനായി സുധി തല കുനിച്ച് നിൽക്കുമ്പോ ഞാൻ സുധിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ആരുടെ മുന്നിൽ വിട്ടുകൊടുത്തിട്ടില്ല. പക്ഷെ സുധിയോ എനിക്ക് വേണ്ടി ഒരക്ഷരം പോലും മിണ്ടിയില്ല. എന്നെ തല്ലി ഇറക്കുന്നത് നോക്കി നിന്നു. നിന്റെ നിലനിൽപ്പിന് വേണ്ടിയാ നീ എന്റെ കൂടെ നിന്നത്. സ്വാർത്ഥയാ നീ. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടി നീ എന്തും ചെയ്യും. സുധി, എനിക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? സുധിയുടെ നല്ലതിന് വേണ്ടിയാ ഞാൻ ചെയ്തതൊക്കെ. ഒരു നിമിഷം കൊണ്ട് അതെല്ലാം മറന്നു അല്ലേ? ഇന്നേ സുധി ബിസിനസ് നടത്തുന്നത് ഞാൻ കാരണമല്ലേ? അതിന് ഞാൻ കുറെ കേട്ടു. ഒന്നും ഞാൻ എനിക്ക് വേണ്ടിയല്ല ചെയ്തത്, സുധിക്ക് വേണ്ടിയാ. അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് സുധിയെ. ചെറിയ തെറ്റുകളൊക്കെ ആർക്കും സംഭവിക്കാം. അതിന് ഇത്ര വലിയ ശിക്ഷ വേണോ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സുധി. ഇതൊക്കെ നീ മുമ്പേ ഓർക്കണമായിരുന്നു. എനിക്കും നല്ല വിഷമമൊക്കെ ഉണ്ട്. കാരണം നിന്നിൽ നിന്ന് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. നീ എന്നെ കൂടെ കഴിയുന്ന ഒരാളായിട്ട് മാത്രമാണ് കണ്ടത്. സ്നേഹിക്കുന്നു എന്നൊക്കെ നീ എന്നോട് വെറുതെ പറഞ്ഞത്. സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. നീ എന്നൊരു ഹസ്ബൻഡായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. സുധി എന്ത് വേണേലും പറഞ്ഞോ, പക്ഷെ ഞാൻ സുധിയെ സ്നേഹിക്കുന്നില്ലെന്ന് മാത്രം പറയരുത്. ഞാൻ എത്രമാത്രം സുധിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് സുധിക്കും അറിയാവുന്നതല്ലേ. എന്നോടുള്ള ദേഷ്യത്തിന് എങ്ങനെയൊക്കെ പറയുന്നേ? നീ ഇവിടേക്ക് വരരുതായിരുന്നു. എനിക്ക് നിന്നോട് കൂടുതലൊന്നും സംസാരിക്കാനില്ല. നീ ചെയ്തൊന്നും എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇവിടെ കസ്റ്റമേഴ്സും സ്റ്റാഫും ഒക്കെ ഉണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. നീ ഒന്ന് പോയേ. എന്താ എന്നെ ഒഴിവാക്കുകയാണോ? സുധിയുടെ മനസ്സിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സുധി ആന്റിയെ ഭയന്ന് എന്നെ വിളിക്കാതിരിക്കുന്നെ, എന്നെ കാണാൻ വരാതിരിക്കുന്നതും. ഇപ്പൊ എന്നോട് പോവാൻ പറയുന്നത് പോലും അമ്മയെ ഭയന്നിട്ടാ. ചെറിയൊരു കള്ളം പറഞ്ഞതിന് എനിക്ക് ഇത്ര വലിയ ശിക്ഷ തരണോ? സുധിയുടെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടാ ഞാൻ കള്ളം പറഞ്ഞത്. ജീവിക്കാനുള്ള കൊതി കൊണ്ട്. നീ ഇവളെ വിളിച്ചു വരുത്തിയതാണോ? അയ്യോ അല്ലമ്മേ, ഞാൻ വിളിച്ചു വരുത്തിയൊന്നുമല്ല. എന്ത് ധൈര്യത്തിലാടി നീ ഇങ്ങോട്ട് വന്നത്? ആന്റി, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ ഞാൻ... നിർത്തടി. അമ്മേ പതുക്കെ, ഇതൊരു സ്ഥാപനമാ, കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്. ആ ബോധ്യം നിനക്കുണ്ടായിരുന്നെങ്കിലേ ഇവളെ നീ ആദ്യമേ വെളിയിലാക്കിയേനെ. ഇവിടെ കാണരുത്, സംസാരിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? അമ്മേ, ഇവിടേക്ക് കയറി വന്നതിനും ഞാൻ എന്ത് ചെയ്യാനാ? നീ ഇവിടേക്ക് വരുമെന്നും കള്ളക്കണ്ണീര് വീഴ്ത്തി ഇവന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നും എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ വന്നത്. ആന്റി, കൃത്യസമയത്ത് തന്നെ ഞാൻ എത്തിയത്. ആന്റി, എനിക്ക് പറയാനുള്ള നിങ്ങളൊന്ന് കേൾക്കണം. ഞാൻ എന്തിനാ കള്ളം പറഞ്ഞെന്ന് നിങ്ങളൊന്ന് അറിയണം. നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. പറയേണ്ടതൊക്കെ ഞാനും നീയും വീട്ടിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി നീയുമായിട്ട് എന്റെ മോനും കുടുംബത്തിനും ഒരു ബന്ധവുമില്ല. ഇറങ്ങിപ്പോടി. ആന്റി പ്ലീസ് ആന്റി, ഇനി മേലെ ഇങ്ങോട്ട് വന്നു പോരുത്. എന്റെ മോനെ കാണുകയും ചെയ്യരുത്, സംസാരിക്കുകയും ചെയ്യരുത്. ആന്റി, സുധി താലി കെട്ടിയ സുധിയുടെ ഭാര്യയില്ലേ ഞാൻ? ഭാര്യ കെട്ടിയതാലേ പൊട്ടിച്ചെറിയാനേ അവന് പറ്റും. കൂടുതലൊന്നും സംസാരിക്കണ്ട, ഇറങ്ങാൻ നോക്ക്. ആന്റി പ്ലീസ് ആന്റി. ഇറങ്ങാനല്ലേടി നിന്നോട് പറഞ്ഞത്? വേണ്ട, പ്ലീസ് അമ്മേ, അമ്മേ പ്രശ്നം ഉണ്ടാക്കരുത്. ഇങ്ങോട്ട് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു. അമ്മേ പറഞ്ഞേ. അമ്മേ ഞാനൊന്ന് പറഞ്ഞു, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അമ്മേ ഇനി ഇവിടേക്കോ എന്റെ വീട്ടിലേക്ക് വന്നു പോരുത്.
കൺമുന്നിൽ കണ്ടുപോകരുത് എന്നെ. ഇറങ്ങി പോടി. പോടാ ഇങ്ങോട്ട്. എടാ എന്തായടാ കിട്ടുന്നില്ലേ? അവന്റെ ഫോൺ സ്വിച്ച് ഓഫാ. നേരത്തെ ഞാൻ വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നു. സമയം എത്ര? അവനെന്താ വരാത്തെ? എവിടെ പോയി കിടക്കുകയാണോ? ചിലപ്പോ കടയിലെങ്ങാനും കാണും. എന്നും കട അടക്കണ സമയം കഴിഞ്ഞില്ലേ മോളെ? സുധി ഇന്നേ വരെ ഇത്രയും വൈകിട്ടില്ല. എന്താണാവോ പറ്റിയ? എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്നോട് പറയാതെ പോവില്ല. പറഞ്ഞാൽ വിടാത്ത സ്ഥലത്ത് പറയാതെ പോവുമല്ലോ. അവൻ പാർലമെന്റിൽ കാണാൻ പോയി കാണും. അവൻ അവളെ കാണാൻ പോവില്ല. എന്നെ ധിക്കരിച്ച് അവൻ ഒന്നും ചെയ്യില്ല. ശ്രുതിയുടെ കാര്യത്തിൽ നീ പറയണത് അവൻ കേൾക്കണമെന്നില്ല. ശരിയാ, അന്ന് നീലിമ കാശ് കൊടുത്തത് വീട്ടിൽ പറയാത്ത വിഷയത്തിൽ അമ്മ ശ്രുതിയിൽ നിന്നും അദ്ദേഹത്തെ അകറ്റാൻ ശ്രമിച്ചിരുന്നല്ലോ. എന്നിട്ട് എന്താ ഉണ്ടായേ? പാത്തും പതുങ്ങിയും അമ്മ കാണാതെ അദ്ദേഹം ശ്രുതിയെ പോയി കണ്ടില്ലേ? സംസാരിച്ചില്ലേ? ഇനി അവനെ പ്രതീക്ഷിക്കണ്ട. അവളെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ അവനെ വിടുകയില്ല. നിക്കടവിടെ. നീ എന്താ വരാൻ വൈകിയേ? അത് ലോഡ് വന്നിരുന്നു, അതുകൊണ്ട് കടയടയ്ക്കാൻ വൈകി. എടാ, നീ എന്നോട് കള്ളം പറയാണോ? നീ ശ്രുതിയെ കാണാൻ പോയോ? ഇല്ലമ്മേ, ഞാൻ പോയിട്ടില്ല. അമ്മ പറയുന്നത് ഇന്ന് വരെ ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? അമ്മ പേടിക്കണ്ട, ഞാനിനി അവളെ കാണില്ല. ഫോണിൽ പോലും സംസാരിക്കില്ല. പോരെ? എന്റെ മോൻ ചെല്ല്. അവൻ പറഞ്ഞു കേട്ടല്ലോ, നിന്നെ പോലെ അനുസരണ ഇല്ലാത്തവനല്ല അവൻ. അവന്റെ അമ്മ എന്ത് തീരുമാനിക്കുന്നോ ആ തീരുമാനം തന്നെയായിരിക്കും അവന്റേതും. ചന്ദ്രേ, അവന് നല്ല വിഷമമുണ്ട്. അതെന്താ നീ മനസ്സിലാക്കാത്തെ? ഞാൻ പറഞ്ഞല്ലോ, വിഷമം ഒക്കെ മാറിക്കോളും. എന്ത് സംഭവിച്ചാലും ആരെന്ത് പറഞ്ഞാലും എന്റെ മോന്റെ ജീവിതത്തില് ഇനി ആ കള്ളി ഉണ്ടാവില്ല. ഇതേ എന്റെ തീരുമാനോ അവന്റേതും. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവാണല്ലോ സച്ചി. ഇവളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി എന്നോടൊരു സഹായം ചോദിച്ചു. ആദ്യം സിനിമയിൽ വേഷം കിട്ടാനായിട്ട് ഞാൻ ഇളയച്ചനായിട്ട് അഭിനയിച്ചു.
പിന്നീട് ഇവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അഭിനയിക്കേണ്ടി വന്നു സാർ. അപ്പോ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ ജയിലിൽ കിടന്ന് മരിച്ചു എന്നൊക്കെ പറഞ്ഞതോ? അതെല്ലാം കള്ളമായിരുന്നു. ശ്രുതി നിങ്ങളോടൊക്കെ അങ്ങനെ പറയാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാ. എടാ, ഞാൻ പറയുന്നതല്ല നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാകുക മാത്രമല്ല, നീ പറയുന്നൊക്കെ എനിക്ക് ബൈഹാർട്ടാ. നീ പറയുന്നത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെ കത്തി വെച്ച് കൊല്ലാനാണോ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? എടാ, നിന്റെ ഭാര്യ നിന്റെ കൂടെ വീട്ടിലുണ്ട്, പക്ഷെ എന്റെ ഭാര്യ എന്റെ കൂടെ ഇല്ല. എന്റെ ഭാര്യ എന്റെ അമ്മ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയടാ. എടാ, വീട്ടിൽ നടന്നത് നാട്ടിൽ മുഴുവൻ അറിയിക്കരുത്. നീ വാ, നമുക്ക് പോവാം. എവിടെ പോവാൻ? എടാ, അയ്യോ, എന്താ നീ കാണിക്കുന്നത്? എടാ, ഇങ്ങനെ കുടിച്ച നിന്റെ കൂമ്പ് വാടിപ്പോ. എല്ലാം പോയില്ലേടാ, ഇനി എന്തു പോവാനാ? എന്റെ ഭാര്യ എന്നോട് കള്ളം പറഞ്ഞു, അവൾ എന്നെ ചതിച്ചു. എടാ, ഇത് തന്നെ നീ പറഞ്ഞുകൊണ്ടിരിക്കാതെ. എനിക്ക് വിഷമം താങ്ങാൻ പറ്റുന്നില്ലടാ. ഞാൻ കള്ളം പറഞ്ഞ അവൾ എന്നെ വഴക്ക് പറയും. എന്നാ അവളോ വാ തുറന്ന കള്ളമേ പറയൂ. അത് ഞാൻ പറയുന്ന പോലെയുള്ള ചെറിയ കള്ളമൊന്നുമല്ല, വലിയ വലിയ കള്ള. അവളെ ഞാൻ വിശ്വസിച്ചു പോയി. നിനക്കറിയില്ലേ അവളെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ടും അവള് ആ കള്ളി എന്നെ ചതിച്ചു. അവളെന്നെ ചതിച്ചു, എന്നെ വഞ്ചിച്ചു. എടാ, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു. നീ ഒന്ന് മതിയാക്ക, നമുക്ക് പോകാം. ശ്രദ്ധിക്കട്ടെ, എനിക്ക് എന്താ എല്ലാരും അറിയണം. എടാ, ബ്രേക്ക് ഇല്ലാതെ കാർ ഓടിക്കുന്നതും ആദ്യമായിട്ട് ഇങ്ങനെ കുടിക്കുന്നവന്റെ കൂടെ ഇരിക്കുന്നത് ഒരുപോലെയാ. ഒന്ന് ചവിട്ടിയാ കേട്ടില്ല, മറ്റേത് പറഞ്ഞാ കേക്കില്ല. അത് കറക്റ്റ്, പറഞ്ഞാ കേക്കില്ല. എടാ മതി, എടാ മതിയാക്ക്. വേണ്ട, ഇനി കുടിക്കല്ലേ. എന്റെ ഭാര്യ എന്നോട് കള്ളം പറഞ്ഞു ബ്രോ. പ്രശ്നം ഉണ്ടാക്കരുത്. ഇരിക്കിവിടെ, മിണ്ടാതിരി. ഈ ചിരിക്കുന്ന ആർക്കും എന്റെ വിഷമം അറിയില്ല. പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാവർക്കും. അപ്പം പിന്നെ ഒരുത്തരും ചിരിക്കില്ല. കള്ളം പറയാന്നൊക്കെ സാധാരണയല്ലേ? ഞാൻ കുടിച്ചിട്ടില്ലെന്ന് എന്റെ ഭാര്യയോട് ഞാൻ കള്ളം പറയാറുണ്ട്. എന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ അറിയാതെ അവള് കാശ് എടുത്തിട്ട് ഞാൻ ചോദിക്കുമ്പോ ഇല്ലാന്ന് അവള് കള്ളം പറയും. ഇതൊക്കെ വലിയ കാര്യമാണോടെ? ഇതൊക്കെ ചെറിയ കള്ളം. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞ കള്ളങ്ങളൊക്കെ തനിക്ക് അറിയാമോ? അതൊക്കെ താൻ അറിഞ്ഞാലുണ്ടല്ലോ, ഇപ്പൊ താൻ അടിച്ചെന്റെ കേട്ടൊക്കെ അങ്ങ് പോവും. എന്നാ പറയണ്ട. എടാ മതിയാക്ക്, നമുക്ക് പോകാം. എടാ, നിന്റെ ഭാര്യ കള്ളം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നീ അടിക്കുന്നുമില്ല. പക്ഷെ എന്റെ ഭാര്യയോട് കള്ളം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അടിക്കുന്നു. അതുകൊണ്ട് എന്നെ ഒന്ന് കുടിക്കാൻ അനുവദിക്കടാ.
അതുകൊണ്ട് എന്നെ ഒന്ന് കുടിക്കാൻ അനുവദിക്കടാ. എടാ ഇനി നീ കുടിച്ചാ നിന്നെ എന്റെ ചുമലിലെടുത്തോണ്ട് പോകേണ്ടി വരും. ഇപ്പൊ തന്നെ നിന്റെ കാല് നിലത്തുറയ്ക്കുന്നില്ല. നമുക്ക് പോയി ക്യാഷ് കൗണ്ടറിൽ അടയ്ക്കാം. നീ വാ വാ, എഴുന്നേറ്റ് പോവാം. കുറച്ചുകൂടെ ബാക്കി. എടാ, പിന്നെ ഒരു കാര്യം, ഇവിടുത്തെ ബില്ല് അത് നീ കൊടുക്കണം. ബിസിനസ്മാൻ. ബില്ലും അതിന്റെ പലിശ അടക്കം ഞാൻ തിരിച്ചു തരും. രേവതിയേ, രേവതി, എന്താ ശ്രുതി ഇവിടെ ഉണ്ടോ? ഇല്ല, ഷോറൂമിൽ പോയല്ലോ. ഞാൻ ട്രിപ്പ് പോയിട്ട് വരുന്ന വഴിക്ക് ഷോറൂമിൽ കയറിയതാ. അവനവിടെ ഇല്ലെന്നേ. അവിടെയല്ലേ ചോദിക്കുന്നേ. ഷോറൂമിൽ പോകുന്നു പറഞ്ഞാണല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അതിനിടയ്ക്ക് എവിടെ പോവാനാ? സ്റ്റാഫാണല്ലോ ഷോറൂം തുറന്നത്. അവനവിടെ പോയിട്ടില്ല. ഞാൻ കുറെ വട്ടം വിളിച്ചു നോക്കി, അവൻ ഫോൺ എടുക്കുന്നില്ല. ഡീലർമാരെ വല്ലതും കാണാൻ പോയതായിരിക്കും. കുറച്ച് കഴിയുമ്പോ വരുമായിരിക്കും. സച്ചേട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? അല്ല, അതൊക്കെ പോട്ടെ, എന്താ ഇപ്പൊ തിരിച്ചു വന്നേ? എന്തോ അവന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്താ സച്ചേട്ടാ? അവൻ നല്ല വിഷമത്തിലാന്നേ. ഇതുവരെ ഞാൻ അവനിങ്ങനെ കണ്ടിട്ടേ ഇല്ല. ആർക്കായാലും സഹിക്കാൻ പറ്റില്ല സച്ചേട്ടാ. സത്യം അവൾക്ക് അദ്ദേഹത്തോടെങ്കിലും പറയായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ ഈ വിഷയം ഇത്രയും രൂക്ഷമാവില്ലായിരുന്നു. ബീരാനെ പിടിച്ചിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമ്പോഴും ഈ വിഷയം ഇങ്ങനെ വഴിതിരിഞ്ഞു പോകുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. സച്ചേട്ടാ, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ കണ്ടിട്ടും നമ്മൾ കൂട്ടിക്കൊണ്ട് വരാതിരുന്നെങ്കിൽ അത് തെറ്റായി പോയേനെ. ഈ കുടുംബത്തോട് ചെയ്യുന്ന ചതിയായി പോയേനെ. എന്തായാലും കുടുംബത്തിലെ സമാധാനം പോയി കിട്ടി. ശ്രുതി ഇപ്പോ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്നാണോ സച്ചേട്ടൻ പറയുന്നത്? ആ വിഷയത്തിൽ ഞാനൊന്നും പറയുന്നില്ല. നമ്മളതിൽ തലയിടാതിരിക്കുന്ന നല്ലത്. എന്തു വേണമെന്ന് അമ്മയും ശ്രുതിയും കൂടെ തീരുമാനിക്കട്ടെ. അതിനമ്മ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. ഈ ജന്മ ശ്രുതിയെ വീട്ടിൽ കയറ്റില്ല. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മളായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. എന്തായാലും ചെയ്തു തെറ്റിനുള്ള ശിക്ഷ പാലെടുത്തി അനുഭവിക്കണമല്ലോ. അനുഭവിച്ചേ പറ്റൂ. ഇവിടെ ഇത്രയൊക്കെ പ്രശ്നം നടന്നിട്ടും നമ്മൾ അച്ഛമ്മയൊന്നും അറിയിച്ചില്ല. നാളെ അച്ഛമ്മ എന്തെങ്കിലും അറിഞ്ഞാ അറിയിക്കാത്തതിന് അച്ഛമ്മ നമ്മളെ ആയിരിക്കും വഴക്ക് പറയുന്നത്. അച്ഛമ്മയൊന്ന് വിളിച്ച് പറഞ്ഞാലോ? ഏയ് വേണ്ട വേണ്ട, തൽക്കാലം ഇത് അച്ഛമ്മ അറിയണ്ട. ഏയ് വേണ്ട വേണ്ട, തൽക്കാലം ഇത് അച്ഛമ്മ അറിയണ്ട. ഇതെവിടെ വരെ പോകുന്നു നമുക്ക് നോക്കാം. അച്ഛമ്മയെ അറിയിക്കേണ്ട സാഹചര്യം വരുമ്പോൾ മാത്രം നമുക്ക് അറിയിച്ചാൽ മതി. അവന്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് തന്നെയാണല്ലോ. വളഞ്ഞു വളഞ്ഞു പോണേ. നേരെ നോക്കി ഓടിക്കാം. എടാ നീ ഒന്ന് പിടിച്ച് നന്നായിട്ട് പിടിച്ചിരുന്നില്ല. താഴെ പോകട്ടോ, ബാലൻസ് പോകുന്നുണ്ട്. റോഡ് മുഴുവൻ കുണ്ടും കുഴിയാണല്ലോടാ. നല്ല റോഡിലൂടെയാ പോകുന്നത്. എന്റെ ഭാര്യ എന്നോട് കള്ളം പറഞ്ഞടാ. അവൾ എന്നോട് കള്ളം പറഞ്ഞു. അവൾ എന്നെ ചതിച്ചു ചതിച്ചു. ഇതൊരു 1000 വട്ടം നീ ഇപ്പൊ പറഞ്ഞു. നീ ഒന്നും മിണ്ടായിരിക്കും. നീ നനങ്ങായിരിക്കും. എന്റെ ബാലൻസ് പോകുന്നു. അയ്യോ അയ്യോ, അവൾ എന്നെ ചതിച്ചടാ. നീ നേരെ നോക്കി ഓടിക്കടാ. നീ ഒന്ന് ബാലൻസ് ചെയ്തിരിക്കണേ. പോലീസ് പോലീസ് പോലീസ്. എടാ പോലീസ് ചെക്കിങ്. അഡ്ജസ്റ്റ് ചെയ്തു. നീ അഡ്ജസ്റ്റ് ചെയ്തു. നന്നായി നന്നായി. ഞാൻ കുടിച്ചിട്ടില്ലല്ലോ. നീ കെയർഫുൾ. നീ കുടിച്ചിട്ടുണ്ട്. ഇനി മേലെ വണ്ടി എടുത്ത് ഹെൽമെറ്റ് ഇല്ലാതെ റോഡിൽ ഇറങ്ങിയ തന്റെ തലയടിച്ച് പൊടിക്കും ഞാൻ. പോടോ. ശരി സാർ. സാറേ വരുന്നു. അടങ്ങിയിരിക്കുക. നീ ഇവിടെ നിന്നാ മതി. ഞാൻ പോയിട്ട് വരാം. നീ നിന്നോ ഇവിടെ.
പിന്നെ സാറേ നിനക്കൊക്കെ എന്താ ഹെൽമെറ്റ് ഇട്ട് മറന്നുപോയി സാർ. അവനുമില്ലല്ലോ, രണ്ടുപേരും ഒരുമിച്ച് മറന്നുപോയി. അതെ സാർ, ക്ഷമിക്കണം, പറ്റിപ്പോയി സാർ. നീ അടിച്ചിട്ടുണ്ടോടാ? ഇല്ല ഇല്ല സാർ, ഇല്ല. ഇല്ല സാർ, ഇല്ല 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 സാർ, ഞാൻ കുടിച്ചിട്ടില്ല. അയ്യോ. ഹലോ, എന്തിനാ എന്റെ ഫ്രണ്ടിനെ കൊണ്ട് ഊതിച്ചത്? എന്റെ ഫ്രണ്ട് മദ്യപിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ? നമുക്ക് പോകാം. അല്ല, അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. നിന്നെ കൊണ്ട് ഇയാൾ ഊതിച്ചില്ലേ, അത് ചോദിക്കണമല്ലോ. ഹലോ മിസ്റ്റർ പോലീസ്, നിങ്ങൾ ചെയ്തത് തെറ്റാണ്. ദിസ് ഈസ് റോങ്. തെറ്റ് ചെയ്താ അത് ഏത് പോലീസുകാരനാണെങ്കിലും സോറി പറയണം. ഇപ്പോ നിങ്ങൾ എന്റെ ഫ്രണ്ടിനോട് സോറി പറയും. സോറി പറഞ്ഞില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഓടാ, സ്ഥലം വിടറാ, പോ. സാർ, ഇവൻ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്, ബോധമില്ലാതെ പറയുന്ന. സാർ ക്ഷമിക്കണം. എടാ വാടാ വാടാ. നോ സാറേ, നിങ്ങൾ കുടിക്കാത്തവരെ ഊതിക്കുന്നത് ശരിയല്ല. ദിസ് ഈസ് നോട്ട് റൈറ്റ്. എടാ ഒന്നും മിണ്ടാതിരിയടാ, വാടാ. ഇല്ല, ഈ സാർ സോറി പറയാതെ നമ്മൾ ഇവിടുന്ന് പോവില്ല. ഇതെന്റെ പ്രതിഷേധമാ. പറ സാറേ, സാറിന്റെ പേര് അരുൺ. സാറ് സോറി പറ. നിങ്ങൾ എന്നെ അടിക്കൂ? എന്റെ അനിയനെ അറിയോ നിങ്ങള്? അവനെങ്ങാനും ഇപ്പൊ ഇങ്ങോട്ട് വന്ന് നിങ്ങളെയൊക്കെ ടിഷും നീ എഴുതി തൂക്കിയെടുത്ത് വെളിയെറിയും. ആരാടാ നിന്റെ അനിയൻ? പോലീസ് പിടിച്ചെന്നോ? എന്താ പ്രശ്നം? ഞാൻ ഒരു തെറ്റും ചെയ്തില്ല അച്ഛാ. സാർ, എന്തിനു മുന്നേ ലോക്കപ്പെട്ടിരിക്കുന്നത്? നീ റൗഡിയാണല്ലോ, എന്റെ ഷർട്ടിൽ കയറി പിടിച്ചവനല്ലേ? നിന്റെ ചേട്ടൻ പറഞ്ഞില്ല എന്നെ തല്ലാൻ. തല്ലടാ. തല്ലി പൊളിക്കടാ എല്ലാത്തിനെയും.